ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മുഖം മാത്രമല്ല നമ്മുടെ ബോഡി മുഴുവൻ വെളുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഡാർക്ക് മാർക്സ് എല്ലാം മാറാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റ് ക്രീമുമായിട്ടാണ്. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇപ്പം അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചായ അരിക്കുന്ന അരിപ്പിലെങ്ങാനും അങ്ങനെ ഒന്ന് അരിച്ചിട്ട് വേണം, ഒട്ടും തന്നെ തരിയില്ലാതെ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയിൽ നിന്നും 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം കുറേശ്ശെ ഒഴുക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ എടുക്കാം, കാരണം ഇതിനെ നമ്മൾ ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇതിനെ ലംസ് ഒന്നും ഇല്ലാതെ ഉടയാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ല പാല് പോലെ നേർത്തതായിട്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പം നമുക്ക് പൊടികളൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ലംസ് ഇല്ലാതെ ആക്കിയിട്ട് വേണം ഇതിനെ വേവിക്കാൻ, അല്ലെങ്കിൽ കട്ടകളുണ്ടെങ്കിൽ കട്ടകളിങ്ങനെ കൂട്ടുപിടിച്ച് പോകും. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ അപ്പത്തിനൊക്കെ കപ്പി കാച്ചാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ കുറുക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കത് കുറുകി വരുന്നതാണ്. നന്നായിട്ട് ഒരുപാടങ്ങ് കട്ടിയായി പോകണ്ട, എങ്കിലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിനെ ഇതുപോലെ മാവ് വേവിച്ച് കുറുക്കിയെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഫേസ് പാക്കുകൾ കൊറിയൻ ഫേസ് പാക്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അരി മാവ് കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് അരിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്കുകളെല്ലാം തന്നെ നമ്മുടെ ഡാർക്ക് മാർക്സ് എല്ലാം മാറാനും അതുപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നതിനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ വേവിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട കെട്ടാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആ ഭാഗം കൊണ്ടൊന്ന് കട്ടയായി പോവും പാത്രത്തിൻ്റെ ചൂട് കൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ ദേ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ അല്പം കൂടി ഒന്ന് കട്ടിയാവും. അങ്ങനെ നമ്മുടെ ആ അരിപ്പൊടിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ടീസ്പൂൺ അളവിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയെല്ലാം നല്ല ഐസ് പോലെ കട്ടയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒരു പാത്രത്തിലെടുത്ത് ഉരുക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. അതിപ്പം ഫ്രഷ് ജെല്ല് ചെടിയുള്ളവർക്കാണെങ്കിൽ അതിൽ നിന്ന് ഫ്രഷ് ജെല്ലെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർത്താലും മതി. ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ അലോവേര ജെല്ലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ എല്ലാ ബ്യൂട്ടി ടിപ്സിനകത്തും ഞാൻ ചേർക്കുന്നൊരു സംഭവമാണ് വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾസ്. അപ്പോൾ ഇതിന് പകരം വിറ്റാമിൻ ഇയുടെ ഓയിൽ ബോട്ടിൽ കിട്ടും, അത് മേടിച്ച് വെച്ചാലും മതി. ഇപ്പം ക്യാപ്സൂൾ മേടിക്കുന്നത് തന്നെയാണ് എളുപ്പം. അതിൽ നിന്ന് 2 ക്യാപ്സൂൾ പൊട്ടിച്ച് ഇതേപോലെ അതിൻ്റെ ഓയിലും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കണ്ടൻസ്. ഇനി വേണ്ടുന്നത് ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ അരിപ്പൊടി കുറുക്കിയതും അലോവേരയും എല്ലാം ഇങ്ങനെ പല ഇതായിട്ടിരിക്കും. അത് മിക്സ് ചെയ്തെടുക്കാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ക്രീമായിട്ടുള്ള നമ്മൾ നിവിയ ക്രീമൊക്കെ മേടിക്കുന്ന പോലൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ക്രീം ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ ആകാൻ ഞാനിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഞാൻ ചെയ്തത് മിക്സിയുടെ ജാറിലേക്കാക്കി കൊടുത്തു. അപ്പം ഒരുപാട് നമ്മളിങ്ങനെ അരച്ചെടുക്കരുത്. ഒന്ന് പൾസ് ചെയ്ത് 1-2 തിരി മാത്രം തിരിച്ചാൽ മതി. അല്ലാതെ മിനിറ്റുകളോളം ഇങ്ങനെ പതയാവുന്നത് പോലെ ആവണമെന്നില്ല. 1-2 പൾസ് 2 സൈഡിലേക്ക് ഒന്നാക്കി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുന്നതായിരിക്കും. ഇത് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത് നിവ്യയുടെ തന്നെ ഒരു പഴയ ഒഴിഞ്ഞ ബോട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തൊരു ബോട്ടിലാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടുന്നതാണ്. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോകുന്നുണ്ട്. അപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി മുഖത്തോ കൈകളിലോ കഴുത്തിലോ ഒക്കെ ഒരു തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ആദ്യം ഒന്ന് എടുത്തതിന് ശേഷം ബോട്ടിൽ നിറച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് സെറ്റാവും.
ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇപ്പം ദാണ്ടെ നമ്മുടെ നിവിയ ക്രീമൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കുളിക്കുന്നതിന് മുമ്പിട്ട് കൈകളിലോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് ഒന്ന് മാലിഷ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പൊടിയാണ്, ഒരു ചെറിയൊരു ഡ്രൈനെസ് പോലെ ഉണ്ടാവും. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് ആ സമയമാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതാണ്ട് ഇതുപോലെ ഒരു ക്രീം പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കയ്യിലോ മുഖത്തോ കഴുത്തിലോ ഒക്കെ തേച്ചിട്ട് കുട്ടികൾക്കും തേച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം അരിപ്പൊടിയും വെളിച്ചെണ്ണയും അലോവേരയും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നല്ലൊരു ക്രീമാണ്. തീർച്ചയായും ഡാർക്ക് മാർക്സും ഒക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു ക്രീമാണ്. അപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഇത് മാത്രമാണ് സൂക്ഷിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി എൻ്റെ ചാനലിൽ വന്ന് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക. കൂട്ടുകാർക്കെല്ലാം വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.